ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കള്ള് ഷോപ്പിലേക്ക്. പക്ഷെ നമ്മൾ കള്ള് കുടിക്കാനൊന്നല്ല കേട്ടോ പോകുന്നത്. ഇപ്പോൾ കള്ള് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഇപ്പം നോക്കാതെ ആണാണോ പെണ്ണാണോ നോക്കാതെ അവർ പോയിട്ട് പോകുന്നുണ്ട്. എന്തിനാ കാര്യം? അവർക്ക് അവിടുത്തെ ഫുഡ് അത് മസ്റ്റാണ്. അത് അവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ പ്രത്യേകതരം ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അങ്ങനെയല്ല, ഒരു വെറൈറ്റിയാണ്. അപ്പം നമ്മളിപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, നമ്മൾ കുടിയന്മാരൊന്നുമല്ല കേട്ടോ. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും അവരുടെ എന്താ പറയുക ഫാമിലിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയും പോകുമ്പോൾ ഇവരെയും വിളിക്കാറുണ്ട്, ഇവരെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെയും വിളിക്കാറുണ്ട്. കുറേ പ്രാവശ്യം വിളിച്ചു, അപ്പം ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് പോയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോനെ നേരത്തെ സ്കൂൾ വിട്ടപ്പം മോനെയും കൂട്ടി. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യലുകൾ. നമ്മൾ ഒക്കെ അവൈലബിൾ ആണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം ഞാൻ കരുതി ഇത്ര ചെറിയൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ കരുതി പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. പക്ഷെ അവർ പറഞ്ഞു ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് കോഴിക്കോട് തന്നെയാണ്, മൂന്നാരിങ്ങൽ ആണ് സ്ഥലം പറയുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി പാത്രത്തിലൊക്കെയാണ് അവർ നമുക്ക് കൂജ പോലത്തെ ഒരു സാധനത്തിലാണ് നമുക്ക് മൺചട്ടി എന്താ പറയുക എനിക്കറിയില്ല, ഒരു കൂജ പോലത്തെ. അപ്പോൾ അതിൽ നമുക്ക് കള്ളൊക്കെ കൊണ്ടുപോയി തന്ന്. അപ്പോൾ നമ്മൾ പാൽക്കപ്പയും ബീഫും, പിന്നെ ആ പാൽക്കപ്പയിൽ കോഴിമുട്ട ഉണ്ടായിരുന്നു, കൂന്തലുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി വാങ്ങിയിട്ടുണ്ട്, നാടൻ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ തന്നെ ഒന്ന് വെള്ളം വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആയിട്ടാണ് പോയത്, നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റീല് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ വാങ്ങിയത് പൊറാട്ടയും ചിക്കൻ കറിയാണ്. അപ്പോൾ അവനെ കൊണ്ടുപോകണ്ടെന്ന് കരുതിയിരുന്നു, പക്ഷേ ആൾ വരണമെന്ന് പറഞ്ഞു. അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കളെ, ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ ഇനിയും ഇൻസ്റ്റഗ്രാമൊക്കെ തപ്പി നമ്മൾ ഇങ്ങനെ പോകും. ഇപ്പോൾ ഞാനും ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഇത് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് നമുക്ക്. എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് നമുക്ക്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.